ഹലോ വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇത് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 120 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാറായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് രണ്ടും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മളിത് ഉരുക്കിയെടുക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതി വളരെ എളുപ്പമാണ്, എല്ലാവർക്കും തന്നെ അറിയുന്നതുമായിരിക്കും. ഏതെങ്കിലും ഒരു പാത്രം, ഞാനിപ്പോൾ ഇവിടെ സോസ് പാനാണ് എടുത്തിരിക്കുന്നത്, ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ. എന്നിട്ട് തീ ഓണാക്കുക. ഈ വെള്ളം ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളുണ്ടല്ലോ, ആ ബൗൾ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്ത് ചോക്ലേറ്റ് ബട്ടറും ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൗൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ബൗൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനടിയിലെ വെള്ളവും ഈ ബൗളിൻ്റെ അടിഭാഗവും കൂടെ തമ്മിൽ മുട്ടരുത്. ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് വേണം നമുക്ക് ഈ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ബൗളും ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ആ ആവി കൊണ്ട് നമുക്ക് ആ ചോക്ലേറ്റ് ബട്ടറും നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പം ആ ചോക്ലേറ്റ് ഒക്കെ ഒരുവിധം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്ക് ആ ബാക്കി ചോക്ലേറ്റ് ഒക്കെ ഉരുകാനുണ്ടെന്നുണ്ടെങ്കിൽ അതും ആ ചൂട് കൊണ്ട് അങ്ങ് ഉരുകിക്കോളും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. അതിനുശേഷം വേണം നമ്മൾ ബ്രൗണിയുടെ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 1/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1-2 പ്രാവശ്യം അരിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് ഈവനായിട്ട് മിക്സ് ആവണം, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ വേറൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്ററും യൂസ് ചെയ്യാം. ഞാനിവിടെ വിസ്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ മുട്ടയൊക്കെ ഒരു ലൈറ്റ് യെല്ലോ കളറായി കിട്ടണം. ഇപ്പോൾ ആ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് അതും കൂടെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ആ മുട്ടയിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ മുട്ട പതപ്പിച്ചതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതായിപ്പം പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കൂടെ ആ മിക്സാണ്. അതും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആ ചോക്ലേറ്റും അതിനകത്തേക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ നേരത്തെ മൈദയും കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ്. അപ്പം അത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടരുത് കേട്ടോ. കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഈ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു ബേക്കിംഗ് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബേക്കിംഗ് ടിന്നിൻ്റെ 4 വശത്തും ഞാൻ ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബട്ടർ പേപ്പർ കുറച്ചൊരു നീളത്തിൽ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ബ്രൗണി റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി ഈ ബേക്കിംഗ് ടിന്നിനകത്തേക്ക് നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൺവെക്ഷൻ അവൻ പ്രീഹീറ്റ് ചെയ്യണം ആദ്യം. അതിനുശേഷം ഈ ബേക്കിംഗ് ടിൻ വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 20 മിനിറ്റ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രൗണി. കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ബ്രൗണി. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ എന്നെ അറിയിക്കണം. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.